ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് തരാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞാനിപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച്, നമുക്ക് 2 നിയോഗങ്ങളോ 3 നിയോഗങ്ങളോ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഈശോയുടെ തിരുഹൃദയം, ആ തിരുഹൃദയത്തോടുള്ള ഭക്തിയും അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. വിശുദ്ധിയോടും ഹൃദയശുദ്ധിയോടും കൂടി ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നമ്മൾ ശക്തമായിട്ട് ഈ പ്രാർത്ഥന ഒരു ദിവസം 9 പ്രാവശ്യമാണ് പ്രാർത്ഥിക്കേണ്ടത്. 9 ദിവസം. ഓരോ തവണ ഈ പ്രാർത്ഥന കഴിയുമ്പോഴും സ്വർഗസ്വനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ക്രിസ്തുസ്തുതി ചൊല്ലണം. അങ്ങനെ 9 തവണ ചൊല്ലണം. അതിന് ഒരു സമയം നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഒന്നെങ്കിൽ രാവിലെ, ഇല്ലെങ്കിൽ വൈകുന്നേരം. അത് വിശ്വാസത്തോടു കൂടി, പല വിചാരത്തോടു കൂടി ആവാതെ ദൈവവിശ്വാസത്തിൽ ആ ഹൃദയത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഈശോയോട് പറയാം. നമ്മൾ മനസ്സിൽ കള്ളത്തരം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. ദൈവഹിതം അറിഞ്ഞ് ദൈവത്തിൻ്റെ അരൂപിയാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ച ഏത് പ്രാർത്ഥനയ്ക്കും നമുക്ക് ഉത്തരം കിട്ടും. ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന ഓരോ വചനങ്ങൾക്കും അത്രയ്ക്ക് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ നാമം അത്രയ്ക്ക് ശക്തിയുള്ളതാണ്. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അത് 100% ഉറപ്പാണ്. പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഓ എൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, നിരവധിയായ കാര്യങ്ങൾ ഞാൻ അങ്ങേ തിരുഹൃദയത്തോട് അപേക്ഷിക്കുകയും അവയെല്ലാം സാധിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ തവണ ഞാനൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങയോട് പ്രാർത്ഥനാപേക്ഷ നടത്തുന്നത്. നമ്മുടെ ആവശ്യം പറയുക. ഈ പ്രത്യേക നിയോഗം എനിക്ക് സാധിച്ചു തരണമേ. അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഈ നിയോഗം ചേർത്ത് വയ്ക്കണമേ. അവിടുത്തെ ദയാപൂർവമായ നോട്ടം എൻ്റെ ആവശ്യങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ഏറ്റെടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. അത്രയ്ക്ക് ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും അത്രയ്ക്ക് പവറുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. സ്നേഹപൂർവ്വം. വചനദീപം യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രാർത്ഥനയുടെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് പേസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മൊബൈലിൽ സേവ് ചെയ്യാൻ പറ്റും. അത് നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി.